ദേ മക്കേ തൃശ്ശൂർ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ പോവാം. ദേ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ ഓരോ വഴികളും ക്ലോസ് ചെയ്ത് വെച്ചേക്കണത് കാണാം. അതായത് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല കേട്ടോ. നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ സ്റ്റാളുകളാ. ഒരുപാട് കച്ചവടക്കാരെ കണ്ടു. അപ്പൊ നമ്മള് ഫുഡിന്റെ ഒരു സ്റ്റാൾ കണ്ടപ്പോ അവിടെ കയറിയിട്ട് നല്ല അടിപൊളി ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ചു. അടിപൊളിയായിരുന്നു, സൂപ്പർ തന്നെയാണ്. നല്ല ക്രൗഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വേർത്തൊരു പരിവായി. നല്ല ചൂടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ കയ്യിൽ കാശ് കരുതിയിട്ട് വേണം പോകാനായിട്ട്. ഗൂഗിൾ പേ ഒന്നും ഈ തിരക്കിൽ അവിടെ വർക്ക് ആവില്ല കേട്ടോ. പിന്നെ വിഷറി പോലെ എന്തെങ്കിലും കാണാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് കൊണ്ടുപോകുന്നത് വളരെയധികം നന്നായിരിക്കും പൂരത്തിന് പോണവര്. കാരണം നമുക്ക് അത്രയും തിരക്കിനുള്ളിൽ അത്രയും ചൂടത്തൊക്കെ നിൽക്കാന്ന് പറയുന്നത് എളുപ്പമല്ല. ദേ, ഈ ഒരു ചേട്ടൻ അദ്ദേഹത്തിന്റെ കച്ചവടത്തിനായിട്ട് വെച്ചിട്ടുള്ള ഒരുപാട് പേപ്പറൊക്കെ അവിടെ നിൽക്കുന്നവർക്ക് വീശാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, ഇത്രയും അധികം തിരക്കാ, നല്ല ചൂടും. നമുക്കത് സഹിക്കാനായിട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്നിട്ട് നമുക്ക് വെടിക്കെട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥലത്തുനിന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ചു കേട്ടോ. സേഫായി നിന്നിട്ട് വെടിക്കെട്ട് കാണാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ പോണ വഴിക്കാണ് നമ്മളിതേ ഈ ഒരു സംഭവം കണ്ടത്. അതായത് ഒരു ചെറിയ വളയം, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ രണ്ടു പേര് നിന്നിട്ട് ഇങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കാണ് കേട്ടോ. അത് കുറച്ചു നേരം നോക്കി നിന്ന് വെടിക്കെട്ടൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ചു കേട്ടോ. നമ്മൾ സ്ഥലം മാറി നിന്നതുകൊണ്ട് തന്നെ നമുക്ക് പോവാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. പോണ വഴിക്ക് കുരിയച്ചിറയില് പുതിയൊരു പള്ളി പണി തീർന്നതാണിത്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് അവിടുത്തെ ആ ഒരു പരിപാടിയൊക്കെ കണ്ട് അങ്ങനെ നല്ല പോലെ എൻജോയ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ വെടിക്കെട്ടും കണ്ടു, പള്ളിയിലെ ഈ ഒരു സംഭവങ്ങളും കണ്ടു. അങ്ങനെ ഞാൻ വളരെയധികം സന്തോഷവതിയായിട്ടാണ് ഇന്നത്തെ ദിവസം വീട്ടിലേക്ക്. തുടക്കക്കാരി എന്ന നിലയിലെ കൗതുകം കൊണ്ട് ചോദിക്കാം, വീഡിയോ ഇഷ്ടമായോ?